ഗുഡ് ഈവനിങ് ഡേയ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ മാർക്കറ്റ് വോളറ്റൈലായി നമുക്ക് ഒരു ഫ്ലാറ്റായ അല്ലെങ്കിൽ ഒരു 40 പോയിൻറ്റിൻ്റെ ഒരു ഗെയിൻ നേടിത്തന്നെങ്കിൽ ഇന്നതായിരുന്നില്ല സ്ഥിതി. ഇന്നലത്തെ ലോയും ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി 165 പോയിൻറ്റും സെൻസെക്സ് ഏകദേശം ഒരു 500 പോയിൻറ്റിലേറെയും ഫോളോ രേഖപ്പെടുത്തി. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത്. ഫിനാൻഷ്യൽ, മെറ്റൽ, ഓട്ടോമൊബൈൽ കമ്പനീസും കൂടാതെ തന്നെ മികച്ച റിസൾട്ട് വന്ന ഈ മിഡ് ക്യാപ്പ് സ്റ്റോക്കിലും ഇന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിലും നമുക്ക് ഇന്നലെ നല്ല റിസൾട്ട് കിട്ടിയ എയർടെൽ ചെറുത്തുനിൽപ്പ് നടത്തി. അതുപോലെ തന്നെ നമ്മുടെ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ്, സൊമാറ്റോ, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. മിഡ് ക്യാപ്പിലും നല്ല റിസൾട്ട് വന്ന 3M ഇന്ത്യ പോലുള്ള സ്റ്റോക്കുകൾ 17% ഒരു റാലി നമ്മൾ കണ്ടു. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും മികച്ച ടോപ്പ് ലൂസേഴ്സ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ടൈറ്റാൻ ഇന്നലെ റിസൾട്ടായിരുന്നു, പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എയർടെൽ നല്ല റിസൾട്ടായിരുന്നു, പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. കൂടാതെ MNMൻ്റെ റിസൾട്ട് ഇന്ന് വന്നിരുന്നു. ബജാജ് ഫിനാൻസും SBIനും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. പവർ ഗ്രിഡ്, എറ്റേണൽ, കോൾ ഇന്ത്യ, ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ തുടങ്ങിയ കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. 2 ദിവസത്തെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. മൺഡേ ലോ, ഇന്നലത്തെ ലോ ആയിട്ടുള്ള 25,650. ഇന്ന് അത് സപ്പോർട്ട് എടുത്തു വന്നാൽ ആ ഇന്നലത്തെ ലോയും സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് 25,585 പരിസരത്ത് നമുക്ക് ക്ലോസ് കിട്ടി. ഇന്നലത്തെ ഹൈ ആയിട്ടുള്ള 25,770 ഒക്കെ ഇന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒരേ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് ഫോളോ ചെയ്തു. നമ്മുടെ മാർക്കറ്റിൽ മാത്രമല്ല, ഗ്ലോബൽ മാർക്കറ്റും ഒന്നടങ്കം ഇടിവിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏറ്റവും താഴത്തുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് കാണാം. 1.2% ജർമ്മൻ, ഫ്രാൻസ് മാർക്കറ്റ് 1.25%, UK മാർക്കറ്റ് 0.54% ഫോള്. ഇന്ത്യ വിക്സ് 12.67 ആണ് ഇപ്പോൾ നൽകുന്നത്. ജപ്പാൻ, കൊറിയ, ചൈന മാർക്കറ്റുകളെല്ലാം തന്നെ ജപ്പാൻ മാർക്കറ്റ് 1.74%, കൊറിയ 2% ഫോള്, ചൈനീസ് മാർക്കറ്റും 0.5%, ഓസ്ട്രേലിയ 1%, ഈവൻ ഗോൾഡ് $11. ഇനി ബിറ്റ് കോയിനും 350. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 280 പോയിൻറ്റ് മൈനസ്. അപ്പോൾ ഡോ ഫ്യൂച്ചർ, അതായത് US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല, US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് -300. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒട്ടുമിക്ക യൂറോപ്യൻ മാർക്കറ്റും ഓൾമോസ്റ്റ് 1% മുകളിൽ ഫോളിലാണ്. അപ്പോൾ ഇന്ത്യയിൽ മാർക്കറ്റിൽ SBIയുടെ റിസൾട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ കുറവാണ്. സ്വാഭാവികമായിട്ടും ഗ്ലോബൽ മാർക്കറ്റ് അലൈനായിട്ട് പോകേണ്ടത് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് ഗ്ലോബൽ മാർക്കറ്റ് ഫോളോ ചെയ്തപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു എന്നുള്ളതാണ്. കൂടാതെ ഇന്ത്യൻ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, കാരണം നാളെ മാർക്കറ്റ് നമ്മുടെ അവധിയാണ്, ഗുരുനാനക് ജയന്തി. നാളെ മാർക്കറ്റ് ഇല്ല. മേ ബി ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. നമുക്ക് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, കമ്മോഡിറ്റി, ക്രിപ്റ്റോ, ഇത് നമ്മുടെ കൊച്ചി ഓഫീസിൽ പ്രാക്ടിക്കലായിരുന്നു ഇരുന്ന് ചെയ്ത് പഠിക്കാനും, അതല്ല വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കമ്പനി നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഇന്ന് പ്രധാനമായിട്ടും 45 അല്ല 85 കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കമ്പനീസിൻ്റെ റിസൾട്ട് നമുക്ക് ഇന്ന് ചെക്ക് ചെയ്യാം. ഇൻഡിഗോ കമ്പനി ലോസ് 2,585 കോടി രൂപ. കഴിഞ്ഞ തവണ 988 കോടി രൂപ ലോസായിരുന്നു, ലോസ് വർദ്ധിപ്പിച്ചു. SBN നെറ്റ് പ്രോഫിറ്റ് 10% ഉയർന്ന് 20,160 കോടി രൂപ. സ്ട്രീറ്റ് എസ്റ്റിമേഷൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഹോട്ടൽ കമ്പനി 48% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ കുറവ് റിപ്പോർട്ട് ചെയ്തു. ചമ്പൽ ഫെർട്ടിലൈസർ നെറ്റ് പ്രോഫിറ്റ് 21% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. റവന്യൂ 48% വർദ്ധിച്ചു. ഗാർഡൻ റൈറ്റ് ഷിപ്പ് ബിൽഡേഴ്സ് 68 കോടി രൂപയിൽ നിന്ന് 160 കോടി രൂപയിലേക്ക് വർദ്ധിച്ചു. ചമ്പൽ ഫെർട്ടിലൈസർ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു അല്ലേ? ഓക്കെ, 500 കോടി രൂപയിൽ നിന്ന് 601 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. 5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഷാരറ്റ് ഹോട്ടൽ 138 കോടി രൂപ നഷ്ടമുണ്ടായ കമ്പനി ഇത്തവണ 155 കോടി രൂപ പ്രോഫിറ്റിലാണ്. ബർജർ പെയിൻറ്റ് 269 കോടി രൂപയിൽ നിന്ന് 206 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. അദാനി എൻ്റർപ്രൈസസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 84% ഉയർന്നു. റവന്യൂ എന്നാൽ സ്ലിപ്പായി, ഇടിഞ്ഞു. സ്റ്റാർ സിമെൻറ്റ് 5 കോടി രൂപയിൽ നിന്ന് 72 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. എസ്കോട്ട് കുബൂത്ത കമ്പനി 330 കോടി രൂപയിൽ നിന്ന് 320 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു.
ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസ് 17 കോടി രൂപയായിരുന്നു, ഇത്തവണ 16 കോടി രൂപ. കാസ്ട്രോൾ 210 നിന്ന് 228 പ്രോഫിറ്റ് ഉയർത്തി. M&M കമ്പനി 3840 കോടി രൂപയിൽ നിന്ന് 4500 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. അദാനി പോർട്ട് നെറ്റ് പ്രോഫിറ്റ് 27% ഉയർന്ന് 3109 കോടി രൂപ കരസ്ഥമാക്കി. കാർഗോ വോളിയം എല്ലാം തന്നെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ സ്ഥിതിഗതികൾ അത്ര കേമമായിട്ടല്ല ഇപ്പോൾ റിയാക്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ മാർക്കറ്റും അതനുസരിച്ച് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്ത് അലൈനായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി SBIയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ ഇനിയിപ്പോൾ കുറച്ച് FMCG ഓട്ടോമൊബൈൽ കമ്പനീസിൻ്റെ റിസൾട്ടൊക്കെയാണ് ബാക്കിയുള്ളത്. അതെല്ലാം തന്നെ മറ്റുള്ള കമ്പനീസ് എല്ലാം തന്നെ ബാങ്കിങ് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എല്ലാം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. കാരണം നമ്മളുടെ താരിഫ് അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ വന്നിട്ടില്ല. ട്രംപ് ഫൈനൽ ഡിസിഷനായി എന്ന് പലതവണ അദ്ദേഹം അവകാശവാദം നിരത്തിയിരുന്നു. അതൊന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ ഇനി താരിഫും എല്ലാം തന്നെ ഓരോ സമയങ്ങളിലായിട്ട് റിയാക്ട് ചെയ്യപ്പെടും. പൊസിഷൻസ് എല്ലാം തന്നെ ഇക്വിറ്റിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡെപ്റ്റ് ഫണ്ടുകളിലും നമ്മുടെ അലോക്കേഷൻ വേണം. എമർജൻസി ഫണ്ടായിട്ടൊക്കെ നമുക്ക് ഡെപ്റ്റ് ഫണ്ടിൽ നിന്ന് തന്നെ ETF ഡെപ്റ്റ് ഫണ്ടുകളുണ്ട്, ലിക്വിഡ് ബീസ് പോലെയുള്ളത്. അത് എമർജൻസി ഫണ്ടൊക്കെ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 4 to 5% ആനുവൽ റിട്ടേണും കിട്ടും. നമുക്ക് എമർജൻസി ഫണ്ടായിട്ട് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ നമുക്കത് അതിൻ്റെ വാല്യൂ കുറയാതെ തന്നെ അത് നമുക്ക് വിറ്റ് മാറി നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ ബൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒരുപാട് അസറ്റ് ക്ലാസ്സുകൾ, ഒരുപാട് ടൈപ്പ് ഓഫ് അസറ്റ് ക്ലാസ്സുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇക്വിറ്റി പോലെയുള്ള സ്റ്റോക്കുകളോ അല്ലെങ്കിൽ സാധാരണ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളോ അല്ലാതെയുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. ഒരുപാട് തവണ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അവെയർനെസ് നേടുക. അപ്പോൾ നമുക്ക് മാർക്കറ്റ് നമ്മളൊരു ഫ്രണ്ടാവും ഏത് സാഹചര്യത്തിലും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.